ഈ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് ആകാശത്ത് മേഘങ്ങൾ കറുത്തുകൂടുമ്പോൾ പെട്ടെന്ന് മിന്നൽ തെളിയുകയും അതിനുശേഷം വലിയ ശബ്ദത്തോടെ ഇടി മുഴങ്ങുകയും ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ ഇടിയും മിന്നലും മഴയും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഈ വീഡിയോയിൽ മഴ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നും മിന്നൽ എങ്ങനെ ഉണ്ടാകുന്നുവെന്നും ഇടി എന്തുകൊണ്ടാണ് കേൾക്കുന്നത്, കൂടാതെ മിന്നൽ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി നോക്കാം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന അറിവ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും വേൾഡ് നോളജ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തു വെക്കുക. ആദ്യം മഴ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാം. ഭൂമിയിലെ സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കുളങ്ങൾ തുടങ്ങിയ ജലാശയങ്ങളിൽ നിന്നും സൂര്യന്റെ ചൂട് കാരണം വെള്ളം ബാഷ്പമായി മാറുന്നു. ഈ പ്രക്രിയയെ ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പൊറേഷൻ എന്നാണ് പറയുന്നത്. ഈ ജലബാഷ്പം വായുവിനൊപ്പം മുകളിലേക്ക് ഉയരുന്നു. ഉയരത്തിലേക്ക് പോകുമ്പോൾ അന്തരീക്ഷത്തിന്റെ താപനില കുറയുന്നു. അതിനാൽ ജലബാഷ്പം ചെറിയ ജലത്തുള്ളികളായി മാറിത്തുടങ്ങുന്നു. ഈ പ്രക്രിയയാണ് കണ്ടൻസേഷൻ അഥവാ സാന്ദ്രീകരണം. ലക്ഷക്കണക്കിന് ചെറിയ ജലത്തുള്ളികൾ ഒന്നിച്ചു ചേർന്നാണ് മഴമേഘങ്ങൾ രൂപപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ജലത്തുള്ളികൾ വളരെ ചെറുതായിരിക്കും. എന്നാൽ മേഘത്തിനുള്ളിൽ അവ പരസ്പരം കൂട്ടിയിടിക്കുകയും ഒന്നിച്ചു ചേരുകയും ചെയ്യുന്നു. അതോടെ അവയുടെ വലിപ്പവും ഭാരവും വർദ്ധിക്കുന്നു. ഒരു ഘട്ടത്തിൽ മേഘങ്ങൾക്ക് ഈ ജലത്തുള്ളികളെ താങ്ങി നിർത്തുവാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അവ ഭൂമിയിലേക്ക് മഴയായി പെയ്യുവാൻ തുടങ്ങുന്നു. ഇനി മിന്നൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. മഴമേഘങ്ങൾ, പ്രത്യേകിച്ച് ക്യൂമുലോ നിംബസ് എന്നറിയപ്പെടുന്ന വലിയ ഇടിമേഘങ്ങൾ വളരെ ഉയരത്തിൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഈ മേഘങ്ങളുടെ ഉള്ളിൽ ജലത്തുള്ളികളും ഐസ് കണങ്ങളും ശക്തമായ കാറ്റിൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കണങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ വൈദ്യുത ചാർജുകൾ രൂപപ്പെടുന്നു. സാധാരണയായി മേഘത്തിന്റെ മുകളിലെ ഭാഗത്ത് പോസിറ്റീവ് ചാർജും താഴത്തെ ഭാഗത്ത് നെഗറ്റീവ് ചാർജും ശേഖരിക്കപ്പെടുന്നു. കാലക്രമേണ ഈ ചാർജുകളുടെ അളവ് വളരെ കൂടുതലാവുകയും ഒരു ഘട്ടത്തിൽ അവ തമ്മിലുള്ള വൈദ്യുത വ്യത്യാസം അതിര് കടക്കുമ്പോൾ പ്രകൃതി അതിനെ സമതുലിതമാക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് മിന്നൽ ഉണ്ടാകുന്നത്. മേഘത്തിനുള്ളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മേഘത്തിൽ നിന്ന് മറ്റൊരു മേഘത്തിലേക്കോ അല്ലെങ്കിൽ മേഘത്തിൽ നിന്ന് ഭൂമിയിലേക്കോ വളരെ വേഗത്തിൽ വൈദ്യുത പ്രവാഹം കടന്നുപോകുന്നു. ഈ അതിവേഗ വൈദ്യുത ഡിസ്ചാർജിനെയാണ് നമ്മൾ മിന്നൽ എന്ന് പറയുന്നത്. മിന്നലിന്റെ താപനില എത്രയാണെന്ന് അറിയാമോ? ഒരു മിന്നൽ പാതയിലെ താപനില ഏകദേശം 30,000 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താം. ഇത് സൂര്യന്റെ ഉപരിതല താപനിലയേക്കാൾ പോലും കൂടുതലാണ്. ഇത്ര വലിയ ചൂട് ഉണ്ടാകുമ്പോൾ മിന്നലിന് ചുറ്റുമുള്ള വായു പെട്ടെന്ന് വികസിക്കുകയും അത് പിന്നീട് വേഗത്തിൽ ചുരുങ്ങുകയും ചെയ്യുന്നു. ഈ അതിവേഗ വികസനവും ചുരുങ്ങലും മൂലം ശക്തമായ ശബ്ദതരംഗങ്ങൾ ഉണ്ടാകുന്നു. ആ ശബ്ദമാണ് നമ്മൾ ഇടി എന്ന പേരിൽ കേൾക്കുന്നത്. ഇനിയും രസകരമായ ഒരു കാര്യം നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം മിന്നൽ കാണുകയും പിന്നീട് ഇടി കേൾക്കുകയും ചെയ്യുന്നത്? അതിന്റെ കാരണം പ്രകാശവും ശബ്ദവും സഞ്ചരിക്കുന്ന വേഗതയിലെ വ്യത്യാസമാണ്. പ്രകാശം ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ശബ്ദത്തിന്റെ വേഗത ഒരു സെക്കൻഡിൽ ഏകദേശം 343 മീറ്റർ മാത്രമാണ്. അതിനാൽ മിന്നലിന്റെ പ്രകാശം നമ്മുടെ കണ്ണിലെത്തുന്നത് ഏകദേശം തൽക്ഷണമാണ്. എന്നാൽ ഇടിയുടെ ശബ്ദം എത്താൻ കുറച്ചു സമയം എടുക്കും. അതുകൊണ്ടാണ് ആദ്യം മിന്നൽ കാണുകയും പിന്നീട് ഇടി കേൾക്കുകയും ചെയ്യുന്നത്. ഇതുപയോഗിച്ച് മിന്നൽ എത്ര ദൂരെയാണെന്ന് ഏകദേശം കണക്കാക്കാനും കഴിയും. മിന്നൽ കണ്ടതിന് ശേഷം ഇടി കേൾക്കാൻ എടുക്കുന്ന സെക്കൻഡുകൾ എണ്ണുക. ഉദാഹരണത്തിന് 5 സെക്കൻഡിന് ശേഷമാണ് ഇടി കേട്ടതെങ്കിൽ മിന്നൽ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരെയായിരിക്കും. ഇനി മഴയോടൊപ്പം മിന്നലും ഇടിയും കൂടുതലായി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. വേനൽക്കാലത്ത് ചൂട് കൂടുതലുള്ള ദിവസങ്ങളിലോ ഭൂമിയുടെ ഉപരിതലം വേഗത്തിൽ ചൂടാകുന്നു. ചൂടായ വായു മുകളിലേക്ക് ഉയരുകയും വലിയ മഴമേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ മഴമേഘങ്ങളിൽ ശക്തമായ കാറ്റും ഐസ് കണങ്ങളും ഉള്ളതിനാൽ വൈദ്യുത ചാർജുകൾ കൂടുതൽ രൂപപ്പെടുന്നു. അതിനാലാണ് ശക്തമായ മഴയോടൊപ്പം ഇടിയും മിന്നലും കൂടുതലായി കാണപ്പെടുന്നത്. ഇനി മിന്നൽ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില സുരക്ഷാ കാര്യങ്ങൾ നോക്കാം. ഇടിമിന്നൽ ഉള്ള സമയത്ത് തുറന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്നത് അപകടകരമാണ്. വലിയ മരങ്ങളുടെ അടിയിൽ അഭയം തേടുന്നതും സുരക്ഷിതമല്ല. കാരണം മിന്നൽ പലപ്പോഴും ഉയരമുള്ള വസ്തുക്കളിലാണ് പതിക്കുന്നത്. കഴിയുമെങ്കിൽ ഒരു കെട്ടിടത്തിനുള്ളിലോ വാഹനത്തിനുള്ളിലോ അഭയം തേടുക. വീട്ടിനുള്ളിലാണെങ്കിൽ വൈദ്യുത ഉപകരണങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. കമ്പികളിലൂടെ വരുന്ന ടെലിഫോണുകളും വൈദ്യുത ഉപകരണങ്ങളും സ്പർശിക്കുന്നത് ഒഴിവാക്കുക. വെള്ളത്തിൽ നിൽക്കുന്നതും നീന്തുന്നതും മിന്നൽ സമയത്ത് അപകടകരമാണ്.
ഇപ്പോൾ ഒരു കൗതുകകരമായ വസ്തുത പറയാം. ലോകത്ത് ഓരോ സെക്കൻഡിലും ഏകദേശം 100ഓളം മിന്നലുകൾ സംഭവിക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. അതായത് ഒരു ദിവസം കോടിക്കണക്കിന് മിന്നലുകൾ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു. പ്രകൃതിയിലെ ഏറ്റവും ശക്തവും അതിശയകരവുമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് മിന്നൽ. അങ്ങനെ നോക്കുമ്പോൾ മഴ, മിന്നൽ, ഇടി എന്നിവ പരസ്പരം ബന്ധപ്പെട്ട പ്രകൃതി പ്രതിഭാസങ്ങളാണ്. സൂര്യന്റെ ചൂട് വെള്ളത്തെ ബാഷ്പമാക്കുന്നു, ബാഷ്പം മേഘങ്ങളാകുന്നു, മേഘങ്ങളിൽ ജലത്തുള്ളികൾ ഭാരമേറുമ്പോൾ മഴയായി വീഴുന്നു. അതേസമയം മേഘങ്ങളിലെ വൈദ്യുത ചാർജുകൾ കൂടുമ്പോൾ മിന്നൽ ഉണ്ടാകുന്നു. മിന്നൽ ചുറ്റുമുള്ള വായുവിനെ അതിവേഗം ചൂടാക്കുന്നതിനാൽ ഇടി രൂപപ്പെടുന്നു. അതുകൊണ്ട് അടുത്ത തവണ ആകാശത്ത് മിന്നൽ തെളിഞ്ഞ് ഇടി മുഴങ്ങുമ്പോൾ അതിന് പിന്നിലുള്ള ശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.